എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ ദൈവവചനം പഠിപ്പാനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേകാൽ എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളായിട്ട് തിരുവചനം പഠിപ്പാൻ ലഭിക്കുന്ന ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, പഠിച്ച് കൂടുതൽ ഞങ്ങൾക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് റിവൈൻഡ് ചെയ്യാമോ, ഒന്ന് റീകളക്ട് ചെയ്യാമോ? യെസ്, 1 ശമൂവേലും 2 ശമൂവേൽ പുസ്തകം, 2 പുസ്തകങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ. നമ്മൾ ഒരുമിച്ചാണ് ആ അധ്യായങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ ഒത്തിരി ചരിത്രങ്ങളും ജീവിത അനുഭവങ്ങളെയും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം. ശലോമോൻ രാജാവിൻ്റെ ഒരു സുവർണ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു സുവർണ കാലമായിരുന്നു ശലോമോൻ രാജാവ് ഭരിച്ച കാലമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ ശലോമോൻ രാജാവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ജ്ഞാനിയായ ഒരു രാജാവ്, വെറും ജ്ഞാനിയല്ല, ജ്ഞാനികളിൽ ജ്ഞാനിയായ ഒരു രാജാവ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാനുഷികമായിട്ടുള്ളൊരു ജ്ഞാനമല്ല, അപ്പുറമായിട്ട് ദൈവികമായ ഒരു ജ്ഞാനം, അല്ലെ ദൈവം ദാനമായി നൽകിക്കൊടുത്തൊരു ജ്ഞാനം ആ ഒരു രാജാവിന്, അല്ലെങ്കിൽ ശലോമോൻ രാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകത നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉദ്ദേശം, ദൈവം കൽപ്പിച്ചതൊക്കെയും പൂർണ്ണ മനസ്സോടെ പ്രമാണിക്കാഞ്ഞാൽ ദൈവിക വാഗ്ദാനങ്ങൾ പ്രാപിക്കില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാം. ദൈവം നൽകിയ പദവികളും എടുത്തു മാറ്റും എന്ന് കാണുവാനായിട്ടും കഴിയുന്നുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1 2 രാജാക്കന്മാരുടെ പുസ്തകം എബ്രായ പുസ്തകത്തിൽ അത് ഒന്നായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോൾ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ അത് 2 പുസ്തകങ്ങളായിട്ടാണ്, 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, അങ്ങനെ 2ആയി വിഭജിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം ഇസ്രായേലിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, 2 രാജാക്കന്മാരുടേത് അവരുടെ നാശത്തോടെ ചരിത്രം അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം ഒന്നാമത്തെ പുസ്തകത്തിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം അവരുടെ ചരിത്രത്തിൻ്റെ അവസാനമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 2 പുസ്തകങ്ങളും, 1 രാജാക്കന്മാർ 2 രാജാക്കന്മാരിൽ ഏകദേശം 400 വർഷത്തെ ചരിത്രങ്ങൾ കുറിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശലോമോനാണ്, അതുപോലെ ഏലിയാവുണ്ട്, ആഹാബ്. ഇങ്ങനെയുള്ള 3 പേരാണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പുസ്തകത്തെ പറ്റി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അത് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ യഹൂദയിലെയും രാജാക്കന്മാരുടെ ചരിത്രങ്ങളുടെ ദൈവിക കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്നവരുടെയും അതല്ലാതെ ജീവിക്കുന്നവരുടെയും ഒരു താരതമ്യം, തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പുസ്തകത്തെ പറ്റി കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ എഴുത്തുകാരൻ ഇരമ്യാവ് ആണ് എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, ഈ പുസ്തകം എഴുതിയ പശ്ചാത്തലം, അല്ലെ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഒരു വിഭജനവും, അപ്പോൾ തന്നെ അതിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു വിഭജനം മാത്രമല്ല, ആത്മികമായിട്ടുകൂടെയുള്ള ഒരു വിഭജനവും അല്ലെങ്കിൽ ഒരു അധപ്പതനവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രധാന വാക്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്ന് പറയുന്നത് 9-ാം അധ്യായം
4, 5 വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ വേഴ്സസ് അല്ലെങ്കിൽ താക്കോൽ വാക്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളത് നിശ്ചയമായും വായിക്കാനായിട്ട് ശ്രമിക്കണം. 9-ാം അധ്യായം 4, 5 വാക്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിൽ നമുക്ക് ശലോമോന്, അതുപോലെ ആഹാബ്, ഏലിയാവ്, അതുകൂടാതെ ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്, യെരോബിയാമിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഇസബേലിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 1, 2 രാജാക്കന്മാർ ആരംഭത്തിൽ ഒറ്റ പുസ്തകമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് എബ്രായ ഒരു സെപ്റ്റുജൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഒറ്റ പുസ്തകമായിട്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൈകളിൽ വരുമ്പോൾ ഇതെന്താണ്? 2 പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഇതിന് ഉണ്ട്. അപ്പം ആ ഒരു പുസ്തകത്തിന് എബ്രായ പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മെലേക്കീം, രാജാക്കന്മാർക്ക് വേണ്ടി പറയുന്ന ഒരു എബ്രായ ഭാഷയാണ് മെലേക്കീം എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അതിന് നൽകിയിരുന്നത്. ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 1-ാമത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പകുതിയോളം നമുക്ക് കാണുവാൻ കഴിയുന്നത് ശലോമോൻ രാജാവിൻ്റെ ഒരു ചരിത്രമാണ്, ജീവിതമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവാലയത്തിൻ്റെ നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ വളരെ വാല്യൂ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ശലോമോൻ രാജാവ്. അപ്പോൾ തന്നെ വിജാതീയ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്നതിലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ ശലോമോൻ രാജാവിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും രചനകൾക്ക് ലേഖകൻ ഉപയോഗിച്ച ഗ്രന്ഥങ്ങളിൽ ചിലതിൻ്റെ പേരുകൾ ഈ ഗ്രന്ഥങ്ങൾ തന്നെ നൽകിയിട്ടുള്ളതായി ശ്രദ്ധിക്കാം. ശലോമോൻ്റെ പ്രവർത്തികൾ, 1 രാജാക്കന്മാർ 12:41. അതുപോലെ ഇസ്രായേൽ രാജ ദിനവൃത്താന്ത പുസ്തകം 17 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ യഹൂദ രാജ ദിനവൃത്താന്ത പുസ്തകം 15 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം അധ്യായം 19-ാം വാക്യം, 29-ാം വാക്യം, അങ്ങനെയുള്ള ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ രചനാകാലം, ഇത് എഴുതപ്പെട്ട കാലം എന്ന് പറയുന്നത് BC 646, 570 സമയങ്ങളിലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ദേവാലയം നശിപ്പിക്കുന്നതിന് മുമ്പ് ആണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. BC 586 കാലഘട്ടങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ രചനാ ചരിത്രകാലം എന്താണെന്ന് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, ദാവീദിൻ്റെ മരണം മുതൽ, അതായത് BC 971 ഇസ്രായേൽ രാജാവായ അഹസ്യാവിൻ്റെ കാലം BC 851, ഏകദേശം 120 വർഷത്തെ ചരിത്രകാലമാണ് ഈ രചനയ്ക്ക് ഉള്ളത്. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, അല്ലെ വിഭജനം എന്ന് പറയുന്നത്, ശലോമോൻ്റെ ഭരണം, 2-മതായിട്ട് വിഭജിക്കപ്പെട്ട രാജ്യങ്ങളും രാജാക്കന്മാരെയും കാണുവാൻ കഴിയുന്നു, 3-മതായിട്ട് പ്രവാചകന്മാരെ കാണുവാൻ കഴിയുന്നു, 4-മതായിട്ട് നേതൃത്വത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയും നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് 1 രാജാക്കന്മാരിൽ കാണുവാൻ കഴിയുന്ന രാജാക്കന്മാരുടെ പേരുകളാണ്. ഇസ്രായേൽ രാജാക്കന്മാർ, അതുപോലെ യഹൂദ രാജാക്കന്മാർ, രണ്ടായി നമുക്ക് തരംതിരിച്ച് നോക്കുവാനായിട്ട് കഴിയും. ഒരുപാടധികം രാജാക്കന്മാരുണ്ട്. യെരോബെയാം, നാദാബ്, ബാസ, ഏല, സിമ്രി, അതുപോലെ ഒമ്രി, ആഹാബ്, അഹസ്യാവ്, ഇത്രയും പേരാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരായിട്ട് ഭരണകാലം പൂർത്തീകരിച്ച അല്ലെങ്കിൽ ഭരിച്ച രാജാക്കന്മാരെന്ന് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. സ്ഥിതി വിവര കണക്കുകൾ. സത്യവേദ പുസ്തകത്തിലെ 11-ാമത്തെ പുസ്തകമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം. ഇതിൽ 22 അധ്യായങ്ങളുണ്ട്. വാക്യങ്ങൾ 816 വാക്യങ്ങളും, അതുപോലെ തന്നെ 66 ചോദ്യങ്ങൾ, നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ ഒറ്റയൊരെണ്ണമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയും ഈ പുസ്തകത്തിനുണ്ട്. ഇനിയും നിവൃത്തിയായ പ്രവചനങ്ങൾ 71 എണ്ണമുണ്ട്. ഇനിയും ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 36 എണ്ണമുണ്ട്. ആജ്ഞകൾ 92 എണ്ണമുണ്ട്. മുന്നറിയിപ്പുകൾ 73, അവസാനമായി വാഗ്ദാനങ്ങൾ 6 എണ്ണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി വിവര കണക്കുകൾ ഈ പുസ്തകത്തെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നത്.
അപ്പോൾ ഈ പുസ്തകത്തെപ്പറ്റി ഞാൻ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ശലോമോൻ രാജാവാണ്. ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തെപ്പറ്റി പല തവണയായി പല സമയങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ജ്ഞാനമുള്ളവരായി തീരുക എന്നുള്ളതാണ്. ജ്ഞാനമുള്ളവരായി തീരുക. പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മളുടെ ചിന്തയിൽ നമ്മൾ മാനുഷികമായിട്ടല്ല, അപ്പുറത്ത് ദൈവം നമുക്ക് ഒരു ദാനമായി തരുന്ന ഒരു കാര്യമാണ് ജ്ഞാനം എന്നുള്ളത്. ആ ജ്ഞാനത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് ജീവിക്കണം. ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. വേഗത്തിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടി നമ്മളൊന്ന് വേഗത്തിൽ നോക്കുവാനായിട്ട് പോവുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുവാൻ കഴിയുന്ന ദൈവിക നായകത്വം അത് സ്വീകരിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ ഒരു ആളുകൾ, ഒരു സമൂഹത്തിന് അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ തിക്താനുഭവം എന്തായിരിക്കുമെന്ന് നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ എഴുത്തുകാരനും ഇരമ്യാവ് തന്നെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിന് പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരിക്കൽ ഏക രാഷ്ട്രമായിരുന്ന ഇസ്രായേൽ, യഹൂദയെയും ഇസ്രായേൽ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു നൂറ്റാണ്ട് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്ന് പറയുന്നത് 17-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, അതുപോലെ 14-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങൾ, 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഈ 3-4 വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ വേഴ്സസ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഒരു 2ാമത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഏലിയാവ്, എലീഷ, ശൂനേംകാരത്തി, അതുപോലെ നയമാൻ, ഇസബേല്, യേഹൂ, അതുപോലെ യോവാശ്, ഇസക്കിയാവ്, അതുപോലെ മനേഷെ, യോശാവ്, യെശയാവ്, സിദ്ദേക്കിയാവ്, അതുപോലെ നെബൂഖദ്നേസർ. ഇത്രയും പേരെയാണ് നമുക്ക് പ്രധാനമായും ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തിലുള്ള 17 പ്രവചന പുസ്തകങ്ങൾ രാജാക്കന്മാരുടെ 2ാം പുസ്തകത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ഒരു പുസ്തകം കൂടിയാണ് 2 രാജാക്കന്മാരെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പുസ്തകത്തിൻ്റെ 2ാം രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയുന്നത് 25-ാം അധ്യായമാണ്. 25-ാം അധ്യായത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളത് നിശ്ചയമായും 25-ാം അധ്യായം നിങ്ങൾ വായിച്ചിരിക്കണം. അത് നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒരുപാട് പ്രധാനപ്പെട്ട ഇസ്രായേൽ രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ മുൻപ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യോരാം, അതുപോലെ യേഹൂ, പിന്നെ യോവാശ്, യൊരോബയാം, സെക്കരിയാവ്, ശല്ലൂം, അതുപോലെ മനേഹേം, പിന്നെ പെക്ക്, അതുപോലെ ഹോശയ. ഇത്രയും പേരെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റിൽ, ഇസ്രായേൽ രാജാക്കന്മാരുടെ ലിസ്റ്റിൽ കാണുവാനായിട്ട് കഴിയുന്ന വ്യക്തികൾ. ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 12ാമത്തെ സത്യവേദ പുസ്തകത്തിലെ 12ാമത്തെ പുസ്തകമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം. ഇതിൽ 25 അധ്യായങ്ങളുണ്ട്. ആദ്യത്തേൻ്റെ അകത്ത് 22 അധ്യായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ അപ്പം വരുമ്പം 47 അധ്യായങ്ങളാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൽ 719 വാക്യങ്ങളുണ്ട്. അതുപോലെ ചോദ്യങ്ങൾ 118 ചോദ്യങ്ങൾ നമുക്കിതിൽ കാണുവാൻ കഴിയുന്നു. ചരിത്രപരമായ വാക്യങ്ങൾ 560 വാക്യങ്ങൾ ഇതിൽ ചരിത്രപരമായ വാക്യങ്ങളാണ്. അതുപോലെ നിവർത്തിയായ പ്രവചനങ്ങൾ 58 എണ്ണമുണ്ട്. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ ഇതിലും ഒരെണ്ണമേ ഉള്ളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒരെണ്ണമേ ഉള്ളൂ, ഇതിലും ഒരെണ്ണമേ ഉള്ളൂ. ഇനി മുന്നറിയിപ്പുകൾ 65 മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആജ്ഞകൾ 18 എണ്ണം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വാഗ്ദാനങ്ങൾ 3 എണ്ണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 20 എണ്ണം കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെയും സ്ഥിതി വിവര കണക്കുകൾ എന്ന് പറയുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രധാനമായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ, വിഗ്രഹാരാധന ദൈവം ഏറ്റവും വെറുക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ്.
അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് വിഭജനം രാജ്യങ്ങളിൽ ഇസ്രായേലും യഹൂദയും ദൈവത്തെ ഉപേക്ഷിച്ചതിനാൽ ദൈവം അവരെ തള്ളിക്കളയുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പീഡനത്തിനും അടിമത്വത്തിനുമായിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗവും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് 1 രാജാക്കന്മാരുടെ പുസ്തകവും 2 രാജാക്കന്മാരുടെ പുസ്തകവും ഒരുമിച്ചാണ് പഠിച്ചത്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു ഭരണകാലവും അല്ലെങ്കിൽ കുറേയധികം രാജാക്കന്മാരെയും ഭരണകാലവും അതിൻ്റെ തുടർ ഭരണങ്ങളും അങ്ങനെയുള്ള കുറേ രംഗങ്ങളാണ് ഇതിൽ കാണുവാനായിട്ട് പ്രധാനമായും കഴിയുന്നത്. എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ജനങ്ങൾ അത് എപ്രകാരമായിരിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ ഒരു ചോദ്യചിഹ്നമായി വരികയാണ്. നമ്മളും പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മളും ഹെഡ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ പല കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾക്ക് നമ്മൾ ചുമതല വഹിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, ഒരു വിഷയത്തോട് അടുത്ത് വരുമ്പോൾ വളരെ ജ്ഞാനത്തോടെ, വളരെ ബുദ്ധിയോടെ, ദൈവികമായിട്ടുള്ളൊരു കൃപയോടെ വേണം ചെയ്തെടുപ്പാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ് പോകും. പലപ്പോഴും നമുക്ക് ഈ 2 പുസ്തകങ്ങളായിട്ട് കാണുവാൻ കഴിയുന്നത് ഒരു ഉയർച്ചയുള്ളപ്പോൾ തന്നെ ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു ഇറക്കം വരുന്നതായിട്ട്, എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയല്ല, ദൈവമക്കൾ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകം നിങ്ങൾ കൂടുതലായി വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോടെ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും അടുത്തു വരുന്നു. കർത്താവേ, ഓൺലൈൻ സൺഡേ സ്കൂളായിട്ട് ഞങ്ങൾക്ക് വീണ്ടും പഠിപ്പാനായിട്ട് തന്ന അവസരത്തിനായി സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ പഠിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓക്കെ കൂട്ടുകാരെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ബൈ.